കൊച്ചു പയ്യൻ ഒരു കണ്ണട ധരിച്ചതും പെട്ടെന്ന് അവനെ മരിച്ചുപോയ അമ്മയെ മുമ്പിൽ കാണുന്നു. അവൻ സന്തോഷത്തോടെ അമ്മയെ കെട്ടിപ്പിടിക്കാൻ ആഗ്രഹിച്ച് ഓടിയതും പക്ഷെ അതിന് സാധിച്ചില്ല. അവൻ അമ്മയുടെ ശരീരത്തിലൂടെ കടന്നു പോവുകയാണ് ഉണ്ടായത്. അവന് മുഖത്തിൽ നിന്നും കണ്ണട എടുത്തു മാറ്റിയപ്പോൾ മുന്നിൽ ഒന്നും തന്നെയില്ല, വെറും എംറ്റി മാത്രം. വീണ്ടും അവൻ തിരികെ കണ്ണട ധരിച്ചപ്പോൾ അമ്മയെ വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ കഴിഞ്ഞു. ശേഷം അവൻ സന്തോഷത്തോടെ അവന്റെ സഹോദരിയോട് ഈ കാര്യം പറയുകയും സഹോദരി കണ്ണട ധരിക്കുകയും ചെയ്തു. പക്ഷെ അവൾക്ക് ഒന്നും തന്നെ കാണാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഈ പയ്യന്റെ സംസാരം കേട്ട് അച്ഛനും കണ്ണട ധരിച്ചു. പക്ഷെ കൊച്ചിന്റെ നിഷ്കളങ്കതയെ ഓർത്തിട്ട് അച്ഛൻ ഭാര്യയെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതുപോലെ നടിച്ചു. വേറെ എവിടെയോ പോയിട്ട് അമ്മയെ ഹഗ് ചെയ്തു. അപ്പോഴാണ് അമ്മയ്ക്ക് കാര്യം മനസ്സിലായത്, അവരുടെ മകന് മാത്രമേ അവരെ കാണാൻ സാധിക്കൂ എന്നുള്ളത്. അതിനുശേഷം ഈ അമ്മ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് താൻ മരിച്ചതിന്റെ കാരണം ഒന്നുകൂടെ അന്വേഷിക്കാൻ പോയി. അപ്പോഴാണ് പെട്ടെന്ന് അലാറം ശബ്ദിച്ചത്. കുമ്പൾ വെയർ ഹൗസിൽ ആരോ തീയിട്ടിരിക്കുന്നു. ആ സ്ത്രീ നേരെ ഓടി ആ സ്ഥലത്തേക്ക് പോയി. അവിടെ സംശയാസ്പദമായ ഒരു മനുഷ്യനെ കണ്ടു. അവൾ അവനെ രഹസ്യമായി പിന്തുടർന്നു. അവന്റെ വീട്ടിലെത്തി അവന്റെ കമ്പ്യൂട്ടറിൽ ഇന്ന് നടന്ന തീപിടുത്തത്തിന്റെ ഫോട്ടോ അല്ലാതെ വേറെ ഒന്നും കണ്ടില്ല. പക്ഷെ അവന്റെ കയ്യിൽ ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അതിൽ ആ സ്ത്രീയെ കുറിച്ചുള്ള എല്ലാം ഉണ്ടായിരുന്നു. അവൾ എങ്ങനെ മരിക്കണമെന്ന് വരെ അവൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ദേഷ്യം വന്ന് അവനെ അടിച്ചെങ്കിലും അതവന്റെ ദേഹത്തെ ഏൽക്കുക പോലും ചെയ്തില്ല. അവൾക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല. അതിനുശേഷം അവളെ മകനോട് എല്ലാ സത്യവും പറഞ്ഞു. പിന്നീട് അവൻ അമ്മയോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പോലീസിനോട് കാര്യം പറഞ്ഞു. കൊലയാളിയുടെ പേരും അഡ്രസ്സും എല്ലാം കൊടുത്തു. പക്ഷെ ആരും അവന്റെ വാക്കുകൾ വിശ്വസിച്ചില്ല. അവൻ കുട്ടിയല്ലേ, തമാശ കളിക്കുവാണെന്ന് കരുതി. അമ്മക്ക് വളരെ നിരാശയായി. പക്ഷെ കുട്ടി കൊലയാളിയെ പിടിച്ചെന്നുള്ള വാശിയിലായി. ആ കുട്ടി കൊലയാളിയെ പിന്തുടരാൻ തുടങ്ങി. അവൻ തീവപ്പിനായി ഉപയോഗിച്ച സാധനങ്ങളും അവൻ പോയ ഇടങ്ങളുമെല്ലാം ഈ കുട്ടി ക്യാമറയിൽ പകർത്തി. പക്ഷെ അതെല്ലാം ഇയാൾ കണ്ടെത്തി. ആ കുട്ടി ആകെ പേടിച്ച് ഓടി. ആ നിമിഷം അമ്മക്ക് മനസ്സിലായി മകൻ അപകടത്തിലാണെന്നുള്ളത്. കൊലയാളിയെ പിടിക്കാൻ അമ്മ ശ്രമിച്ചെങ്കിലും അയാൾ അവളുടെ ദേഹത്തുകൂടെ കടന്നു പോകുകയാണ് ഉണ്ടായത്. അവൾ വയ്യാത്രക്കാരുടെ സഹായം ചോദിച്ചു. പക്ഷെ ആർക്കും അവളെ കാണാൻ സാധിച്ചില്ല. ഭാഗ്യവശാൽ ഒരു പോലീസ് ഓഫീസർ കടന്നു വരുന്നത് കണ്ടു. അന്നേരം അയാളുടെ നായ ഉപയോഗപ്പെടുത്തി അതിന്റെ സാന്നിധ്യത്തിൽ ഒരു പദ്ധതി ഇട്ടു. അവൾ നായയുടെ ശ്രദ്ധ തിരിച്ച് വെയർ ഹൗസിലേക്ക് നടന്നു. അവിടെ വെച്ച് ആ ക്രിമിയെ ഉടൻ തിരിച്ചറിഞ്ഞു. പക്ഷെ ആ കുട്ടി പറയുന്നത് ആ ഓഫീസർ വിശ്വസിച്ചില്ല. പക്ഷെ ആ കുട്ടി അയാൾക്ക് ക്യാമറ കാണിച്ചു കൊടുത്തു. അതിനിടയിൽ കൊലയാളി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയും പോലീസർ അവനെ പിടികൂടി അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അവന്റെ പ്രവൃത്തികളൊന്നും ഇഷ്ടപ്പെടാത്തതിൽ അച്ഛൻ അവനെ വന്ന് വഴക്ക് പറഞ്ഞതും ഇതെല്ലാം എന്റെ അമ്മക്ക് വേണ്ടിയാണെന്ന് അവൻ പറഞ്ഞു. ഇത് കേട്ട് അമ്മ പൊട്ടിക്കരഞ്ഞു. അവസാനമായി അമ്മ അവനെ ഒന്നും കൂടെ കെട്ടിപ്പിടിച്ച് മാലാഖയായി രൂപാന്തരപ്പെട്ട് ആകാശത്തേക്ക് പോയി. അമ്മയെ ഇഷ്ടമുള്ളവർ ലൈക്ക് ചെയ്യൂ.